നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് 3യിലേക്ക് സ്വാഗതം. ഇന്നത്തെ അതിഥിയിലേക്കും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്കും കടക്കും മുൻപ് ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിൽ തലമുറ മാറ്റം. ശുഭ്മാൻ ഗിൽ ടെസ്റ്റ് ടീം നായകൻ, ഋഷഭ് പന്ത് ഉപനായകൻ, സായ് സുദർശൻ, ഹർഷ്ദീപ് സിംഗ്, ധ്രുവ് ജുറൽ പുതുമുഖങ്ങൾ. കരുൺ നായർ ടീമിൽ തിരിച്ചെത്തി. ആലപ്പുഴയിൽ രണ്ടാനച്ഛനിൽ നിന്ന് ക്രൂരപീഡനമേൽക്കുന്നെന്ന് പരാതി പറഞ്ഞ 5 വയസ്സുകാരന് തുണയായി സ്കൂൾ അധികാരികൾ. പോലീസിനെ അറിയിച്ച് PTA. കണ്ണൂർ ചെറുപുഴയിൽ മകളെ അതിക്രൂരമായി മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ. 8 വയസ്സുകാരിയെ വാക്കത്തി കൊണ്ട് വെട്ടാനോങ്ങുന്നതും കുട്ടി കൈകൂപ്പി നിൽക്കുന്നതും വീഡിയോയിൽ. ഒടുവിൽ ജീവനക്കാരുടെ ആവശ്യം അംഗീകരിച്ചതോടെ മിൽമയിലെ സമരം തീർന്നു. MD സ്ഥാനത്ത് നിന്ന് P മുരളിയെ മാറ്റി നിർത്താൻ ധാരണ. ഒത്തുതീർപ്പായത് തൊഴിൽ ക്ഷീരവികസന മന്ത്രിമാർ ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിൽ. മെയ് 24 തന്നെ കേരളത്തിലേക്ക് മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മെയ് 27ഓടെ മധ്യ പടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. 15 വർഷത്തിനു ശേഷം ജൂൺ എത്തും മുൻപേ കാലവർഷം കേരളത്തിൽ. സംസ്ഥാനത്ത് പരക്കെ മഴ. മരം വീണും വീടിടിഞ്ഞും കൃഷി നശിച്ചും നാടെങ്ങും നാശനഷ്ടം. പലയിടത്തും ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. ഇന്ന് കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട്. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അറബിക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യത. അടുത്ത 10 ദിവസം എന്ത് സാഹചര്യത്തെയും പ്രതീക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ്. പ്രതിസന്ധി കാലത്ത് PSC അംഗങ്ങൾക്ക് വീണ്ടും വാരിക്കോരിക്കൊടുത്ത് സർക്കാർ. ക്ഷാമബത്ത 2% കൂട്ടി. ചെയർമാന്റെ ശമ്പളം 4 ലക്ഷത്തിലേറെയാകും. കേക്ക് മുറിച്ച് 80ാം പിറന്നാൾ ആഘോഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ലിഫ് ഹൌസിലെത്തി പിറന്നാൾ സമ്മാനം നൽകി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ആശംസ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിതിൻ ഗഡ്കരിയും MK സ്റ്റാലിനും. ഇനി ഈ ദിവസത്തെ വിഷയത്തിലേക്കും അതിഥിയിലേക്കും. നമ്മളെ ആകെ ഞെട്ടിച്ചതാണ് എറണാകുളത്ത് തിരുവാങ്കുളത്ത് ഒരു 3.5 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്ന സംഭവം. ഒരു രാത്രി മുഴുവൻ നീണ്ട തെരച്ചിലിനൊടുവിൽ ആ കുഞ്ഞിന്റെ ജീവനറ്റ ശരീരം പുറത്തെടുത്തത് നമ്മൾ കണ്ടപ്പോൾ ഉള്ളൊന്ന് പിടഞ്ഞു. പിന്നാലെ വന്ന വാർത്ത കുഞ്ഞിനെ അടുത്ത ബന്ധു വീടിനുള്ളിൽ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ്. അതും 1.5 വർഷത്തോളം. ചോദ്യം ചെയ്യലും വിസ്തരിക്കലും ഒക്കെ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. എറണാകുളത്തെ കുഞ്ഞിന്റെ ദുർവിധി കേട്ടതിന് പിന്നാലെ ഇന്നും വന്നു 2 വാർത്തകൾ. കണ്ണൂരിൽ ഒരു 8 വയസ്സുകാരിയെ അച്ഛനാണ് കണ്ണിൽ ചോരയില്ലാത്ത വിധം മർദ്ദിച്ചത്. കുട്ടിയുടെ ചേട്ടനാണ് ഇത് വീഡിയോയിൽ പകർത്തിയത്. ഇത് പുറത്തെത്തിയതോടെ പോലീസ് ഇടപെട്ടു. അച്ഛൻ ചെറുപുഴ പ്രാപ്പോയിൽ ജോസ് അറസ്റ്റിലായി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. പൊപ്രയിൽ സ്വദേശി മാമച്ചൻ എന്ന ജോസാണ് 8 വയസ്സുള്ള മകളെ ക്രൂരമായി മർദ്ദിച്ചത്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് അന്വേഷണം തുടങ്ങി. 12-കാരനായ മകനാണ് മർദ്ദിക്കുന്ന വീഡിയോ പകർത്തിയത്. മാസങ്ങൾക്ക് മുൻപ് പിണങ്ങിപ്പോയ അമ്മ മടങ്ങി വരാനായി എടുത്ത പ്രാങ്ക് വീഡിയോ ആണിതെന്നാണ് ആദ്യം കുട്ടികൾ പോലീസിന് മൊഴി നൽകിയത്. പോലീസ് ഇത് മുഖവിലക്കെടുത്തില്ല. വിശദമായി മൊഴിയെടുത്തപ്പോൾ ജോസ് നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് കുട്ടികൾ പറഞ്ഞു. എന്റെ അമ്മയെ വേണോ നിനക്ക് എന്നെ വേണോ? എന്താ സംഭവം? ജോസിനെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തു. ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ DCPയെ SP ചുമതലപ്പെടുത്തി. ന്യൂസ് 18 കണ്ണൂർ.
ഈ കണ്ടത് കണ്ണൂരിലെ കാര്യമാണെങ്കിൽ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ രണ്ടാനച്ഛൻ ക്രൂരമായി ഉപദ്രവിക്കുന്നതായി പരാതി പറയുന്നത് ഒരു 5 വയസ്സുകാരനാണ്. ചേർത്തല ടൗൺ സ്കൂളിലെ UKG വിദ്യാർത്ഥി തന്റെ ദുരനുഭവം പറയുന്നത് കേൾക്കാം. എല്ലാ ദിവസവും അടിക്കുമോ? എന്തിനാ വെറുതെയോ? എന്തിന് ഭക്ഷണമൊക്കെ തരുമോ? അമ്മയാണോ വാങ്ങിച്ചത്? ഇന്ന് വാങ്ങിച്ചു തന്നോ? അമ്മ എൻ്റെ കുഞ്ഞിന് മോട്ടർ ഇരിക്കാൻ പോകാം. അമ്മ തല്ലുമോ? തല്ലത്തില്ല. മിഠായിയൊക്കെ വാങ്ങി തരുമോ? കുട്ടിക്ക് സംരക്ഷണം ഒരുക്കണമെന്ന ആവശ്യവുമായി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് സ്കൂൾ അധികൃതരും PTA-യും. കാശിനാഥ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ്. കുട്ടി നന്നായി പഠിക്കുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായി കുട്ടി കൃത്യമായി ക്ലാസ്സിൽ വരികയോ അതേപോലെ തന്നെ പഠന നിലവാരത്തിൽ മികവ് ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല ഭക്ഷണം കൃത്യമായി കൊണ്ടുവരികയോ അതേപോലെ മുഷിഞ്ഞ ഡ്രസ്സ് ഒക്കെ ധരിച്ചാണ് കുട്ടി സ്കൂളിൽ വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം സ്കൂളിലെ PTA-യുടെയും അധ്യാപകരുടെയും ശ്രദ്ധയിൽപ്പെടുകയും കുട്ടിയോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചതിൽ വെച്ചിട്ട് കുട്ടിയുടെ രണ്ടാനച്ഛനായിട്ടുള്ള റജി എന്ന് വിളിക്കുന്ന വ്യക്തി കുട്ടി നിരന്തരമായി അതിക്രൂരമായി ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു. അതേ തുടർന്ന് അധ്യാപകരും PTA-യും അംഗങ്ങളും എല്ലാം ചേർന്ന് കുട്ടിയുടെ വീടിൻ്റെ പരിസരവാസികളെല്ലാം അന്വേഷിച്ചതിൽ വെച്ചിട്ട് കുട്ടിയുടെ രണ്ടാനച്ഛൻ നിരന്തരമായി ഉപദ്രവിക്കുന്നതായി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. കുട്ടിയെ ക്രൂരമായി രണ്ടാനച്ഛൻ ഉപദ്രവിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് രാവിലെ തന്നെ PTA-യുടെ നേതൃത്വത്തിൽ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ രണ്ടാനച്ഛൻ്റെ പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് മുന്നിൽ അത്ര വലിയൊരു വിഷയമായി മാറിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ. ഇതാണ് ന്യൂസ് 3 ഇന്ന് പരിശോധിക്കുന്നത്. ഇതാദ്യമായല്ല, നമ്മൾ പലതവണ വിഷയം പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും ഇത് വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വീണ്ടും നമുക്കതിനെപ്പറ്റി സംസാരിക്കേണ്ടി വരുന്നു. തിരുവനന്തപുരം MG കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പലും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ മൃദുല നായർ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നു. സ്വാഗതം ഡോക്ടർ. വളരെ സന്തോഷത്തോടെ അല്ലാതെയാണ് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഒരു വിഷമം. ഇപ്പം ഇന്ന് രാവിലെ തൊട്ട് ഈ വാർത്ത പലയിടത്ത് പോകുന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴാണ് ഡ്യൂട്ടിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പരമാവധി ആ ശബ്ദം കേൾക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ അത് കേൾക്കുമ്പോൾ അത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളുടെ കരച്ചിലും സങ്കടവും ഒന്നും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഖലീൽ ജിബ്രാൻ്റെ എപ്പോഴും നമ്മളൊക്കെ കോട്ട് ചെയ്യാറുള്ളൊരു വാചകമുണ്ടല്ലോ, അവർ ചിൽഡ്രൻ ആർ നോട്ട് അവർ ചിൽഡ്രൻ. അവർ നമ്മളെ തിരഞ്ഞെടുത്തതല്ല, നമ്മളാണ് അവരെ തിരഞ്ഞെടുത്തത്. എന്നിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്രയേറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അതിൽ സിസ്റ്റത്തിൻ്റെ ഒരു വീഴ്ചയുണ്ടെന്നാണ്. ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ സമകാലികരുടെ മാതാപിതാക്കളെയും ഞാൻ നന്ദിയോടുകൂടി ഇവിടെ ഓർമ്മിക്കുകയാണ്. യാതൊരു പോറലും ഏൽക്കാതെ വീട്ടിൽ നിന്നാണെങ്കിലും ചെറിയ ചെറിയ അടികളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് സ്കൂളിൽ നിന്നോ വീട്ടിൽ നിന്നോ. നമ്മുടെ ചെറിയ തെറ്റുകുറ്റങ്ങൾ അത് ശിക്ഷയല്ലായിരുന്നു, അത് ശിക്ഷണമായിരുന്നു. അങ്ങനെ കാണുന്ന ഏകദേശം ഒരു അമ്മുമ്മയുടെ സ്ഥാനത്ത് എത്തി നിൽക്കുന്ന എനിക്ക് കൊച്ചു കുട്ടികളുടെ ഈ ഒരു സങ്കടം കേൾക്കുമ്പോൾ നമ്മുടെ അവതാരിക സങ്കടത്തോടു കൂടിയാണ് ഇത് കേട്ടതെന്ന് പറഞ്ഞു. എൻ്റെയൊക്കെ മനസ്സ് പെടുകയാണ് ചെയ്തത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, എന്തുമാത്രം ക്രൂരതയിൽ കൂടിയാണ് അല്ലെങ്കിൽ കഷ്ടപ്പാടിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതാണ് ആലോചിക്കേണ്ടത്. ഒരു മരണം നടന്നു കഴിയുമ്പോൾ അതിൻ്റെ പിറകെ നടന്ന് അതിൻ്റെ കുറ്റക്കാരാരാണ് എന്ന് കണ്ടുപിടിക്കുന്ന അതിന് ആ ഒരു സമയത്ത് ആ കുഞ്ഞ്, അതും ചില കുട്ടികൾ ഞാൻ പറയാം ഭാഗ്യം കൊണ്ട് മരിച്ചു പോകുന്നുണ്ട്. മറ്റുള്ളവർ ഇഞ്ചിഞ്ചായിട്ട് കിടന്ന് പെടഞ്ഞ് മരിക്കുക എന്ന് പറയുന്നത്, അത് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ മനസ്സ് വല്ലാത്തൊരു ഇതിലാണ് പോകുന്നത്. നമ്മൾ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മുടെ എല്ലാം ഉള്ളിലുള്ള മാതൃത്വം എവിടെ പോയി? അന്യൻ്റെ കുട്ടികളെ പോലും നമുക്ക് തല്ലാൻ നമുക്ക് കൈ പൊങ്ങില്ല. നമ്മുടെ പൂച്ചയോ പട്ടിയോ ഉപദ്രവിക്കുന്ന അത്രയും ലാഘവത്തോടു കൂടി, സത്യം പറഞ്ഞാൽ മൃഗങ്ങളെ പോലും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് വളർത്തിയെടുക്കുന്ന വളർന്നു വന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക്. പക്ഷെ അതെങ്ങനെയാണ് ഇങ്ങനെ മാറിപ്പോയത്? അന്യൻ്റെ എന്താ വിളിക്കുന്ന ആ നിലവിളി,
അശരണമായ ആ നിലവിളി കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു തരം ഉന്മാദാവസ്ഥയിൽ എത്താൻ പറ്റുന്നത്? ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഡോക്ടർ, എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ തിരുവാങ്കുളത്തെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു, അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നത്തിലായിരുന്നു, അച്ഛനും അമ്മയും ചേർച്ചയില്ല. അതാണ് അച്ഛൻ്റെ അനിയൻ. നമ്മളൊക്കെ ഏറ്റവും സുരക്ഷിതമായി ഏൽപ്പിച്ചു പോകുന്ന ആളുകളിൽ ഒരാളാണ് അച്ഛൻ്റെ സഹോദരൻ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരി എന്നൊക്കെ പറയുമ്പോൾ അതേ സ്ഥാനമാണ്. അതാണ് മുതലെടുത്തത്. ഇപ്പോൾ ഈ കണ്ണൂരിലെ സംഭവം നോക്കൂ, അതിൽ പറയുന്നത് അമ്മ പിണങ്ങിപ്പോയി, അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത്. എനിക്ക് 12 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, എൻ്റെ വീട്ടിലൊരു പട്ടിക്കുട്ടിയുണ്ട്. അതിനെപ്പോലും എനിക്ക് എൻ്റെ ഒരു അമ്മയായി കഴിഞ്ഞ ശേഷം എനിക്കൊരു പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ വേദനിക്കുന്ന പോലെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് ഓരോരുത്തരിലും വ്യത്യാസം ഉണ്ടായിരിക്കും, ഈ ഇമോഷണൽ കോഷ്യൻ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഈ അച്ഛനും അമ്മയ്ക്കും ഇടയിലെ പ്രശ്നങ്ങളുടെ ഇരയായി കുഞ്ഞുങ്ങൾ മാറുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അതിലെവിടെയാണ് ഇടപെടൽ വരേണ്ടത്? ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ വന്ന മറ്റൊരു വാർത്ത, ഒരു കുഞ്ഞിനെ അമ്മ തന്നെ കിണറ്റിലെറിഞ്ഞു. ഭാഗ്യം കൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. 4 വയസ്സുള്ള കുഞ്ഞാണ്. കുഞ്ഞ് പറയുന്നു അമ്മയാണ് എന്നെ കിണറ്റിലിട്ടത്. എന്താണ്? അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നമാണ്. അമ്മയ്ക്ക് 22 വയസ്സാണ്, 4 വയസ്സുള്ള കുഞ്ഞ്. അപ്പോൾ 18 വയസ്സിൽ അമ്മയായതാണ്, ഒറ്റപ്പെട്ട് ജീവിക്കുന്നു, അച്ഛനില്ല. ഇവർക്കിടയിലെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ വിക്റ്റിമായി കുട്ടികൾ വരികയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ സംവിധാനം, സർക്കാർ സംവിധാനം ഇടപെട്ട് നോക്കൂ, കുഞ്ഞുങ്ങളുടെ സുരക്ഷ അവരെ ഏറ്റെടുക്കേണ്ടി വരും ഇങ്ങനത്തെ കേസുകളിൽ. അതിന് കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനം വേണ്ടി വരും. അതല്ലാതെ എനിക്ക് വേറെ ഒരു വഴിയും എൻ്റെ മുന്നിൽ കാണുന്നില്ല. ഡോക്ടർക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും ഇതിപ്പം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷ സർക്കാർ ഏറ്റെടുക്കുന്നെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം കുഞ്ഞുങ്ങളെ സർക്കാർ പറഞ്ഞിട്ടല്ല നമ്മൾ സൃഷ്ടിക്കുന്നത്, നമ്മൾ സൃഷ്ടിക്കുകയാണ്. ഒരു കുഞ്ഞും വെറുതെ പോയപ്പോൾ ഒരു സ്ത്രീയുടെ വയറ്റിലോട്ട് ചാടിക്കയറി വന്നില്ല. നമ്മൾ പർപ്പസ്ഫുള്ളായിട്ടോ അല്ലാതെയോ നമ്മൾ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു. ഇവിടെ നേരത്തെ പറഞ്ഞ കേസിൽ 18 വയസ്സ് ഉള്ള അമ്മ ആ കുട്ടി ഗർഭിണിയായി പ്രസവിച്ചു. നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാക്ഷര കേരളം, ടെക്നിക്കൽ സൈഡാണെങ്കിലും എല്ലാത്തിലും നമ്മൾ മുൻപന്തിയിൽ നിൽക്കുകയാണ്. പക്ഷേ എവിടെയാണ് നമുക്ക് പിഴച്ചു പോയത്? ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വേണ്ട മാതൃത്വം അല്ലെങ്കിൽ ടെൻഡർനെസ് എന്നാണ് അവളിൽ നിന്ന് ഞാനിത് പറയുന്ന ഡോക്ടറെ, അമ്മയുടെ മാതൃത്വം മാത്രമല്ല, പിതൃത്വം. തീർച്ചയായും അല്ലേ? നമ്മളെപ്പോഴും ഇതിനെ ഒരു സൈഡിൽ നിന്ന് അമ്മ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം. അച്ഛനും അങ്ങനെ ചെയ്യാൻ പാടില്ല. അച്ഛനും ഈക്വൽ റെസ്പോൺസിബിൾ അല്ലേ? ഉണ്ട്. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അച്ഛന് തുല്യ ഉത്തരവാദിത്വമാണ്. പക്ഷേ നമ്മളെപ്പോഴും കുഞ്ഞ് വീഴുമ്പോഴും അമ്മേ എന്നാണ് വിളിച്ച് കരയുന്നത് എന്ന് വിചാരിച്ച് അച്ഛൻ സ്നേഹിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഈ കേസുകളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത് പലതരം പ്രശ്നങ്ങളാണ്. അപ്പോൾ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കുഞ്ഞിനെ കൊല്ലണമെന്ന് വെച്ചാൽ അതല്ല അതിൻ്റെ പ്രതിവിധി. ഒന്ന്, പക്വതയില്ലാത്ത പ്രായത്തിലെ വിവാഹം, പക്വതയില്ലാത്ത പ്രായത്തിലെ ഗർഭധാരണം, പ്രസവം. ഈ ഗർഭധാരണവും പ്രസവവും എല്ലാം ആഘോഷമാക്കുന്നത് ഏതുതരം വീട്ടിലാണ്? സാമ്പത്തിക സുരക്ഷ, വീട്ടുകാരുടെ എല്ലാം, സമൂഹത്തിൻ്റേത് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ എല്ലാം പിന്തുണ വരുമ്പോഴാണ് ഗർഭാവസ്ഥ പോലും നമുക്ക് ഓരോ മിനിറ്റും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഗർഭിണിയാവുന്ന ആ സമയം തൊട്ട് കൊടുക്കുന്ന കെയർ, വളകാപ്പ് തൊട്ട് എല്ലാം നടത്തി ആഘോഷിക്കുകയാണ്. ആ വീടുകളിലെ ഗർഭിണി കാത്തിരിക്കുകയാണ്, ഒന്ന് പ്രസവിച്ച് കിട്ടിയാൽ മതി. അവിടെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനും ഒക്കെ കുറവായിരിക്കാം. പക്ഷെ ചില വീടുകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാണാം, അല്ലെങ്കിൽ വളരെ നേരത്തെ കല്യാണം കഴിച്ചുകൊണ്ട് പോന്നു. കല്യാണം കഴിക്കുക എന്നുള്ളൊരു ഇത് ഈ അടുത്ത കാലത്തും കണ്ടു കാണും. സ്കൂൾ അടച്ചപ്പോൾ ഒരുപാട് കല്യാണങ്ങൾ വരുന്നു. +1 പഠിക്കുന്നവനും എല്ലാം കല്യാണം കഴിക്കുക. എന്താണ് അവർ കല്യാണം അവർക്ക് ആകെപ്പാടെ ഉള്ള ഒരേ ഒരു മോട്ടീവ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ സമൂഹത്തിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ദേഷ്യം വരുമായിരിക്കും. കുട്ടികൾക്ക് കല്യാണം എന്ന് മാത്രമേ അറിയാവുള്ളൂ. അന്നിടുന്ന ആഭരണം, അന്നിടുന്ന സാരി, അന്നിടുന്ന മേക്കപ്പ്, അതിൻ്റെ അപ്പുറം വിശാലമായ ഒരു ലോകമുണ്ട് കുട്ടികളെ. തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി വിവാഹപ്രായം എത്തിയോ എന്ന് ചോദിക്കുന്നത് 22 വയസ്സോ 24 വയസ്സോ അല്ല. അവൾ അവളുടെ കാര്യം തന്നെ പക്വതയോടുകൂടി ചെയ്യുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ആലോചിക്കുക. അല്ലാതെ 21 വയസ്സാകുമ്പോഴേ എല്ലാവരും പറയും, ബ്രോക്കറോട് അല്ലെങ്കിൽ മാട്രിമോണിയൽ കോളത്തിൽ അങ്ങ് കൊടുക്കും, എൻ്റെ മോക്ക് 21 വയസ്സായി, അവൾ ഇത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവളുടെ മനോനില എങ്ങനെയാണ്? ഇപ്പോൾ ഈ തിരുവാങ്കുളത്തെ കേസിൽ ഡോക്ടർ ശ്രദ്ധിച്ചു കാണും. അതിൽ പറയുന്നത് ആ കുട്ടിക്ക് മാനസിക വളർച്ച ഇല്ല. സത്യം. അതെ, മാനസിക വളർച്ച ഇല്ലാത്ത ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇഷ്ടം പോലെ തവണ കേട്ടിട്ടുമുണ്ട്. അതായത് കല്യാണം കഴിച്ചാൽ അങ്ങോട്ട് ശരിയായിക്കോളും. അത് കല്യാണം ഒരു മരുന്നാണ് പല പ്രശ്നങ്ങൾക്കും. അത് മരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വേണ്ടാത്ത സാധനം
ഞാൻ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് തരികയാണ്. അതായത് എൻ്റെന്ന് അത് ഒഴിഞ്ഞു. പക്ഷേ ഈ കുട്ടികളൊക്കെ അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ രക്ഷിതാക്കളെ തിരിച്ച് വീട്ടിൽ കയറ്റില്ല. കാരണം ഞാൻ ഒരിക്കലും അത് വിറ്റതാണ്, സോൾഡ് ഔട്ട് സാധനങ്ങളാണ്, എനിക്ക് വേണ്ട. അപ്പോൾ നമ്മൾക്കുണ്ടായ നമ്മുടെ മകൾ അല്ലെങ്കിൽ നമ്മുടെ മകൻ മാനസിക വളർച്ച എത്തിയോ, അവന് അവൻ്റെ കാര്യം തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കഴിഞ്ഞിട്ട് മതി. അത് പൂർണ്ണമായിട്ടും അവന് പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ വിവാഹത്തെ പറ്റി ആലോചിക്കാവുള്ളൂ. പോട്ടെ, സമൂഹം പറഞ്ഞു അയ്യോ നിങ്ങളുടെ വീട്ടിൽ കുട്ടി കല്യാണം കഴിക്കാതിരിക്കുകയല്ലേ, കല്യാണം ആലോചിക്കൂ, ഓക്കെ കല്യാണം ആയിക്കോട്ടെ. പക്ഷേ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ടാസ്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയും, ഒരു കോളേജ് അധ്യാപികയായിരുന്നുകൊണ്ട് എനിക്കറിയാം, പഴയ കാലത്ത് കുട്ടി 1ാം ക്ലാസ് ജയിച്ചാൽ മാത്രമേ 2ിലോട്ട് പോകുള്ളൂ. ഇപ്പം ഓൾ പ്രൊമോഷൻ വന്ന് കോളേജിലെത്തുന്ന കുട്ടികൾക്ക് ബേസിക്സ് ഇല്ല. അപ്പോൾ അവരവിടെ അങ്ങ് പതറിപ്പോവുകയാണ്. അവർക്ക് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ അവർക്ക് പറ്റില്ല, കാരണം ബേസിക്സ് ഇല്ല. അപ്പോൾ അതുപോലെയാണ് ഇവിടെ ദാമ്പത്യ ജീവിതത്തിൽ. ഞാൻ 16 വയസ്സിൽ ഞാൻ എന്തെല്ലാം പഠിച്ചെടുക്കണം, ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ എന്തെല്ലാം പഠിച്ചെടുക്കണം, എനിക്കിത് അറിയില്ല. പക്ഷേ എങ്ങനെയോ എനിക്ക് 21 വയസ്സായി അല്ലെങ്കിൽ എനിക്ക് 24 വയസ്സായി, വീട്ടുകാർ എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. അങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിട്ട ഞാൻ ഗർഭിണിയാകുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ താല്പര്യത്തോടെ ആയിരിക്കില്ല, അതുമുണ്ട്. പിന്നെ നമ്മളൊരു അമ്മയാവാൻ പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്, അച്ഛനാവാൻ പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്. ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു താല്പര്യവും ഇല്ലാതെയാവും ചിലപ്പോൾ ഒരു കുഞ്ഞ് കയ്യിൽ വരുന്നത്. അവരോട് എന്ത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. പിന്നെ ആൾക്കാരെ കാണിക്കാനായിട്ട് നമ്മൾ നമ്മുടെ വയറൊക്കെ കാണിച്ച് കുറച്ചൊക്കെ നടക്കും. പക്ഷെ കുഞ്ഞായി കഴിയുമ്പോഴാണ് നമ്മുടെ ലോകാംഗം മാറിയും. പക്ഷേ അവിടെ സംയമനത്തോടുകൂടി എൻ്റെ വാവ ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങുകയും അവൻ ഉണർന്നിരിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഉണർന്നിരിക്കേണ്ടതാണ്. അല്ലാതെ രാത്രി കുഞ്ഞ് കരഞ്ഞോ എനിക്ക് ദേഷ്യം വന്നു വയ്യ. അപ്പോൾ ആ സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായി വളരെ താഴെക്കിടയിൽ നിൽക്കുന്ന വീടുകളിൽ അമ്മൂമ്മമാർക്ക് രാത്രി മുഴുവൻ ഉറക്കമൊളിഞ്ഞ് കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല. കാരണം അവർ പിറ്റേ ദിവസം ജോലിക്ക് പോയാലേ ആ വീട്ടിൽ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്ക് വല്ലതും കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പെൺകുട്ടികളുടെ മനസ്സ് പഴയ പോലെയല്ല, പൊട്ടുന്ന പരുവത്തിൽ നിൽക്കുകയാണ് അവരുടെ മനസ്സ്. ആരാണ് അവരുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്നത്? ഇല്ല. പഴയ കാലത്ത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഒരു 56 ദിവസം അമ്മയുടെ കൂടെ താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുളി, ഇതൊക്കെ ദേഹരക്ഷ എന്നൊക്കെ പറയുന്നതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കൂടെ തണുപ്പിക്കാനുള്ള ഒരു ശരിക്കും പറഞ്ഞൊരു പ്രിപ്പറേഷൻ ആയിരുന്നു. ഇന്ന് അതൊന്നുമില്ല. പിന്നെ നമുക്കെല്ലാവർക്കും ഒരു ഡ്രീം ചൈൽഡ് കോൺസെപ്റ്റ് ഉണ്ട്. ജനിച്ച് വരുമ്പോൾ എൻ്റെ കുഞ്ഞ് ഗ്ലാക്സോ ബേബിയെ പോലെ ഇരിക്കും, അവൻ ഞാൻ പറയുമ്പോൾ ഉറങ്ങും, ഞാൻ പാല് കൊടുത്ത് ആട്ടിയ ഉടനെ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ഉറങ്ങും, അവൻ വല്ലപ്പോഴും മാത്രമേ മൂത്രം ഒഴിക്കൂ. അങ്ങനെയൊന്നുമല്ല. ഡയപ്പർ മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് പോട്ടെ, മഴക്കാലം സുഖകരമാണ് എന്ന് വിചാരിച്ച് എല്ലാവരും ഡയപ്പർ ഉപയോഗിക്കില്ലേ, കുഞ്ഞിന് റാഷസ് വരും. ഒരു അമ്മയോ ഒക്കെ ആയിക്കഴിയുമ്പോൾ വീട്ടിലെ അച്ഛനുമൊക്കെ നാപ്പി മാറ്റാനും കഴുകാനും ഒക്കെ സഹായിക്കാം കേട്ടോ. അപ്പോൾ ഈ ഡയപ്പർ ഒരെണ്ണം പോലും മേടിക്കാൻ കഴിവില്ലാത്ത, പഴന്തുണികൾ ധാരാളം വീട്ടിലില്ലാത്ത ഒരമ്മൂമ്മ പ്രാന്ത് പിടിച്ചാണ് ഈ കുഞ്ഞ് മൂത്രം ഒഴിക്കുമ്പോൾ നാശം, ഇതിന് ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഏറ്റവും ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് അത് മനുഷ്യജീവിയിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാം ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് തന്നെത്താനെ പാല് കുടിക്കുന്നു, അല്ലെങ്കിൽ എണീറ്റ് നടക്കാൻ തുടങ്ങുന്നു. ഒന്ന് ആലോചിക്കൂ, ഏറ്റവും ഹെൽപ്ലെസ് ആണ് മനുഷ്യ കുഞ്ഞ്. തീർച്ചയായും അതിൻ്റെ അടുത്ത സ്റ്റേജ് ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ കണ്ട ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ട്രോമയുണ്ട്. നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ തന്നെ അത് അതിൻ്റെ ഒരു പക്ഷേ ഏതെങ്കിലും സ്റ്റേജിലൊക്കെ ആയിരിക്കും അത് അതിനെ ബാധിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന പോലെ വെട്ടുകത്തി ഓങ്ങിയിട്ട് നിന്റെ അമ്മയാണോ അച്ഛനാണോ നിനക്ക് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുന്ന ആ കുഞ്ഞിനെ എപ്പോഴാണ് നോർമൽ ആവുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമുക്ക് ആ ഘട്ടത്തിലേക്ക് വരാം ഡോക്ടർ, ഒരു ഇടവേളയ്ക്ക് ശേഷം. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ വളരെ ക്രൂരമായി മർദ്ദിക്കപ്പെടുമ്പോൾ, അവരുടെ ജീവൻ തന്നെ, രക്ഷിതാക്കൾ തന്നെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇവരെ എങ്ങനെ സുരക്ഷിതരായി വളർത്തും? ഈ സമൂഹത്തിൻ്റെ അക്കാര്യത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നുണ്ടോ? ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മൃദുല നായർ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ, ഞാൻ നേരത്തെ ചോദിച്ചതിൻ്റെ ഒരു കാര്യം, നമുക്ക് ബാലാവകാശ കമ്മീഷനുണ്ട്, വിമൻ ആൻഡ് ചിൽഡ്രൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും ഇങ്ങനെ ഒരാൾ ചെയ്താൽ, ഇപ്പം നമ്മൾ ഈ നേരത്തെ കണ്ടതുപോലെ കുഞ്ഞിനെ വെട്ടുകത്തിയെടുത്ത് വെട്ടാൻ പോകുന്നു,
ക്രൂരമായി മർദ്ദിക്കുന്നു. എന്നിട്ട് പറയുന്നു പ്രാങ്ക് ആണെന്ന് പറയുന്നു. നമ്മളൊക്കെ പൊട്ടന്മാരാണല്ലോ. പ്രാങ്ക് എന്താണ്? ഒരു കുഞ്ഞിൻ്റെ വേദനിച്ചുള്ള പേടിച്ചുള്ള നിലവിളി കേട്ടാൽ മനസ്സിലാവാത്തവരല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു അമ്മ കുഞ്ഞിനെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ കുഞ്ഞിനെ അടിക്കുമ്പോൾ അത് അവരുടെ കാര്യമെന്ന് പറഞ്ഞ് മാറി നിൽക്കലാണ് സമൂഹത്തിൽ പതിവ്. അങ്ങനെ പറ്റുമോ? അതാണോ അതിൻ്റെ ശരി? വളരെ സെൻസിറ്റീവായ ഒരു ഏരിയ ആണത്. എന്നാലും ശരിയാണ്, തീർച്ചയായിട്ടും. ഇന്നത്തെ കാലത്ത് ആര് എന്ത് ചെയ്താലും ഈ കുറേ ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനെയും ആക്ഷേപിക്കുന്നില്ല, പക്ഷേ കുറച്ച് പേരെങ്കിലും ഈ പ്രാങ്ക് എന്ന് പറഞ്ഞ ഒരു വികൃതമായൊരു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ബാൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിപ്പം പറഞ്ഞു അയാൾ രക്ഷപ്പെടാൻ വേണ്ടി പ്രാങ്ക് എന്ന്. എന്ത് പ്രാങ്ക്? പിന്നെ ഇവിടെ ഈ കുട്ടികളിലെ വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് സാധുത കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിവാഹിതരാകുന്ന, അത് പോകുന്നതാവട്ടെ അല്ലാതെ ആവട്ടെ, ഈ രണ്ട് വ്യക്തികളും മെൻ്റൽ ഹെൽത്ത് ഉള്ളവരാണെന്ന് ഉറപ്പ് വരുത്താനുള്ള എന്തെങ്കിലും സർക്കാർ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കാരണം രണ്ട് മാനസികമായി വൈകല്യങ്ങളുള്ളവർ വിവാഹം കഴിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ പീഡനങ്ങളിലോട്ട് അവരുടെ കുട്ടികളെ വഴി തെളിച്ച് കൊണ്ടുപോകുന്നത് നമുക്കിനി കണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. അല്ലാതെ കുഞ്ഞായി കഴിഞ്ഞതിന് ശേഷം ഇവരെ പിടിച്ചിട്ട് നമുക്ക് കിട്ടുമൊന്നുമില്ല. പിന്നെ കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ നമ്മളുടേതാണ്, നമ്മൾ പ്രസവിച്ചു അല്ലെങ്കിൽ എൻ്റെ ബീജം കൊണ്ടാണ് ആ കുഞ്ഞുണ്ടായത് എന്ന് വിചാരിച്ച് എനിക്ക് അതിനെ അടിച്ച് കൊല്ലാനുള്ള യാതൊരുവിധ റൈറ്റും ഇല്ല. അതാദ്യം രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോഴും ടീച്ചേഴ്സിന് ചെയ്യാവുന്ന ഒരു കാര്യം, എവിടെയെങ്കിലും പോറലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ ഒരു ക്ലാസ്സിൽ 10-60 കുട്ടികളുണ്ടെങ്കിൽ ടീച്ചേഴ്സിനും അത് നോക്കാനും പറ്റില്ല. അപ്പം നേരത്തെ പറഞ്ഞ കേസിൽ, ലൈംഗികമായി ചിറ്റപ്പം പീഡിപ്പിച്ച കേസിൽ എനിക്ക് അതൊരു അതിശയമായിട്ട് തോന്നുകയാണ്. ഒരമ്മ 4 വയസ്സുള്ള കുഞ്ഞിനെ എന്തായാലും ഒരു അമ്മ കുളിപ്പിക്കും. ഈ അമ്മ കുളിപ്പിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്തെ പാടുകൾ കണ്ടില്ലേ? അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ ആ കുട്ടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ വേദനയുണ്ടാവുമല്ലോ. കുഞ്ഞ് അലറി കരയുമായിരുന്നിരിക്കും. അപ്പോഴൊന്നും 1.5 വർഷമായിട്ട് കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരുപാട് എന്തൊക്കെയോ പൊതിഞ്ഞ് വച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമുക്കൊരു പക്ഷേ സ്കൂളുകളിൽ കുറച്ചുകൂടി ശ്രദ്ധ കൂടുതൽ കൊടുക്കാം. കാരണം ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ വളരെ വളരെ കൂടുതലുള്ളൊരു കാലത്ത് ഒരു പക്ഷേ അധ്യാപകർക്ക് കുറച്ചും കൂടി ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞ ഉത്തരവാദിത്വം കൂടുതൽ. ഇപ്പോൾ തന്നെ ആലപ്പുഴയിലെ കേസിൽ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അത് ടീച്ചറുടെ ഇടപെടൽ കൊണ്ടാണ് ആ കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്കൂൾ വർഷം തുടങ്ങുകയാണ്, അടുത്ത ആഴ്ച പുതിയൊരു വർഷം തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ അധ്യാപകരും സ്കൂൾ സിസ്റ്റമൊക്കെ കുറേയും കൂടി സെൻസിറ്റീവായി കുറേ കൂടി കരുതലോടെ പെരുമാറുന്നത് ഒരു പക്ഷേ നമുക്ക് ഒരിത്തിരി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, അത് ഒരു ചെറിയ ക്ലാസ്സുകളിലെ ടീച്ചേഴ്സിന് ഇങ്ങനെ സദാ പറയാൻ നടന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് വലിയ ക്ലാസ്സിലാകുമ്പോൾ അവർക്ക് പാഠ്യ ഭാഗങ്ങളുടെ കുറച്ച് ഉത്തരവാദിത്വം കൂടും. അപ്പോൾ എല്ലാ ഒരു ക്ലാസ്സിൽ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും അത് പറ്റിയെന്ന് വരില്ല. ഇനി അധ്യാപകരുടെ ഇടയിലും എല്ലാവർക്കും മാനസിക നില നല്ല രീതിയിലുള്ളവരാണെന്നില്ല. എത്രയോ അധ്യാപകർ കുട്ടികളെ കഠിനമായി പീഡിപ്പിക്കാറുണ്ട്, മാനസികമായി തളർത്തി വിടാറുണ്ട്. അല്ലേ? ഒരു പരീക്ഷയിൽ തോറ്റുപോയി നീ ഒന്നിനും കൊള്ളില്ലടാ എന്ന് പറഞ്ഞ ഒരു 2ാം ക്ലാസ്സിലെ അടിച്ച് താത്തിക്കെട്ടുന്ന അധ്യാപകരും ഉണ്ട്. അപ്പം നമ്മളിവിടെ ആരെയാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടത്? ഞാൻ നോക്കിയിട്ട് പൊതുവെ ഇപ്പം ഏത് ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടും പൊതുജനങ്ങളുമായിട്ടും ഇടപെടേണ്ട ജോലികളിൽ ഇരിക്കുന്നവരുടെ മെൻ്റൽ ഹെൽത്ത് കൂടെ അസസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം അത്രയെങ്കിലും ഇങ്ങനെയുള്ള വൈകല്യമുള്ളവർ സർവീസിലോ അല്ലെങ്കിൽ മറ്റതിലോ വരാതിരിക്കട്ടെ. പിന്നെ കുട്ടികൾ സുരക്ഷിതരാകാനുള്ള എൻ്റെ ഒരു അമ്മയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇത്ര കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഇതിൽ ഞാൻ പറയട്ടെ, നമ്മുടെ കുട്ടികളെ നമ്മുടെ അമ്മയോ അച്ഛനോ അല്ലാതെ, ചില കേസിൽ അച്ഛനെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ചില കേസിൽ അമ്മയെ വിശ്വസിക്കാൻ പറ്റില്ല. അത് എക്സെപ്ഷൻസാണ്. അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ വളർത്തുക. അപ്പൂപ്പൻ അല്ലെങ്കിൽ ചിറ്റപ്പൻ, കുഞ്ഞച്ഛൻ എന്തിനാണ് അങ്ങനെ വിടാൻ പോകുന്നത്? നമ്മുടെ കുട്ടി നമ്മുടെ കൺമുമ്പിൽ തന്നെ കളിക്കട്ടെ. ഇപ്പോൾ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് അത് പറ്റുമായിരിക്കും. വീട്ടിലെ കുറച്ചുകൂടെ ആൾക്കാരെ അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാരെയൊക്കെ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറ്റും. ചിലരാണെങ്കിൽ CCTV ക്യാമറ വയ്ക്കും. ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരെന്ത് ചെയ്യാൻ പറ്റും? അംഗൻവാടി കൊണ്ടുവിടാം.
പക്ഷെ അവിടെയും നമ്മൾ കണ്ടു ഇല്ലേ, അംഗൻവാടിയിൽ ഉപദ്രവിക്കുന്നു, അംഗൻവാടിയിലൊരു കുഞ്ഞിറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തെ തന്നെ, സമൂഹത്തിലെ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകുന്ന എല്ലാ വ്യക്തികളുടെയും നമ്മളൊന്ന് ഉടച്ച് വാർക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം നടന്ന കേസുകൾ കേരളത്തിലെ നമ്മളെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള വസ്തുതകളാണ്. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ദൈവം ഭൂമിയിലോട്ട് വിട്ടിരിക്കുന്ന അവരുടെ പ്രതിപുരുഷന്മാരാണ് കുഞ്ഞുങ്ങൾ എന്നാണ് വയ്പ്പ്. ആ കുഞ്ഞുങ്ങളെ ഇത്രയധികം ദ്രോഹിക്കാൻ പറ്റുകയും ആ കുഞ്ഞിനോട് ലൈംഗിക വൈകൃതങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആ വ്യക്തിയെ സത്യത്തിൽ നിയമം എന്ന് പറഞ്ഞ് ചുമ്മാ ജയിലിൽ കൊണ്ടിട്ടിട്ട് കാര്യമില്ല. ഇനി തീർച്ചയായിട്ടും ഇനി ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റാത്ത വിധം, എനിക്കത് പറയാൻ പാടില്ല എന്നാൽ പോലും അവൻ്റെ പൗരുഷം തന്നെ നശിച്ചു പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതൊക്കെ പോലീസിൻ്റെ നിയമത്തിൻ്റെയൊക്കെയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വേറൊരുത്തന് ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാൻ പറ്റില്ല. റെസിഡൻസ് അസോസിയേഷൻകാർക്കെല്ലാം സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ വീടിൻ്റെ അടുത്ത്, ആ വീടിൻ്റെ ലൈനിൻ്റെ അടുത്തുള്ള വല്ല സ്കൂളുകളുണ്ടെങ്കിൽ അവിടെയും കുഞ്ഞുങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കായിട്ട് ഒരു ക്ലാസ് സംഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അവിടെ അമ്മമാരെയും അച്ഛന്മാരും തീർച്ചയായിട്ടും വരണം. അച്ഛന്മാരും പൂർണ്ണ ഉത്തരവാദിത്വമുള്ളവരാണ്. അമ്മ, അച്ഛൻ, കുട്ടി ഇവരെല്ലാവരും കൂടി ഇരുന്ന് ഈ ക്ലാസ്സുകൾ കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. അതുമാത്രമല്ല, ഡെയിലി കുഞ്ഞിനോട് നമ്മൾ എന്തെല്ലാം ചോദിച്ചാലും ചില കുഞ്ഞുങ്ങൾ പേടിച്ച് പറയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ ഉപദ്രവിക്കുന്ന വ്യക്തി അവരോട് പറഞ്ഞിട്ടുള്ളത്, നീ ഇത് വീട്ടിൽ പറഞ്ഞാൽ നിൻ്റെ അച്ഛനെയും ഞാൻ കൊല്ലും അല്ലെങ്കിൽ അമ്മൂമ്മയെ കൊല്ലും. ഇങ്ങനെയുള്ള പേടി വരുമ്പോൾ കൊച്ചു കുട്ടികളല്ലേ, അവർ തകർന്നു പോകും, അവർ പേടിച്ച് മിണ്ടാതിരിക്കും. അതുപോലെ കഴിയുന്നതും നമ്മൾ തന്നെ വീട്ടിൽ ഏത് പരിപാടി നടത്തുമ്പോഴും എല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ നാട്ടുകാരെ ഉമ്മ വയ്പ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമ്മുടെ ശരീരം അത് വളരെ വിശുദ്ധമാണ്. അച്ഛൻ, അമ്മ, അതിൻ്റെ അപ്പുറമുള്ളവരെല്ലാം കുട്ടികളെ എടുത്ത് കളിപ്പിക്കുകയൊക്കെ ചെയ്യാം. ആവശ്യമില്ലാതെ സദാ ഉമ്മ കൊടുക്കുന്ന ഒരു സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം കുട്ടികളെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. പഴയ കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നല്ലോ. വീട്ടിലെ അമ്മയുടെ അല്ലെങ്കിൽ അമ്മൂമ്മയുടെ അല്ലെങ്കിൽ അമ്മായിയുടെ കണ്ണ് വീട്ടിലെ കുഞ്ഞുങ്ങളുടെ പിറകെയാണ്. അപ്പോഴൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്? ആവശ്യമില്ലാതെ കുട്ടികളുടെ പിറകെ നടക്കുന്നു. അല്ലല്ല, ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമുക്ക് മുൻപിൽ മാത്രമല്ല കണ്ണുകൾ വേണ്ടത്, നമ്മുടെ സൈഡിലും ബാക്കിലും എല്ലാം കണ്ണുകൾ വേണം. അതുപോലെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കേണ്ടത്, മോൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും നുള്ളുകയൊക്കെ ചെയ്താൽ അമ്മയോട് പറയൂ കേട്ടോ, അല്ലെങ്കിൽ അച്ഛനോട് പറയൂ എന്ന് പറയണം. പക്ഷെ ചില കുട്ടികൾ ഇത് ചെറിയ രീതിയിൽ അധ്യാപകർ വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ ചെറിയൊരു തട്ട് കൊടുത്താലോ അതിനെ വലുതാക്കി പറയാറുമുണ്ട്. അപ്പം ഇടയിലെല്ലാം ഉള്ളതൊരു നേരിയ വരയാണ്. സ്നേഹപ്രകടനത്തിനും പീഡനത്തിനും ഇടയിലുള്ളത് ഒരു നേരിയ വരയാണ്. തീർച്ചയായും ആ വരകൾ മനസ്സിലാക്കാൻ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക്, സമൂഹം എന്ന നിലയ്ക്ക് നമുക്ക് കഴിയണം. ഒരിക്കലും ഒരു കുഞ്ഞും ഒരച്ഛൻ്റെയും അമ്മയുടെയും മാത്രം സ്വത്തല്ല, അത് സമൂഹത്തിൻ്റെ സ്വത്താണ് ഒരു കുഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ ഒരു സർവൈലൻസ് എപ്പോഴും ഉണ്ടാവണം. പ്രത്യേകിച്ച് സ്കൂൾ എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായി വളർത്തിയെടുക്കാൻ, ഒരു നല്ല പൗരനായി അവരെ വളർത്തിയെടുക്കാൻ സമൂഹത്തിൻ്റെ കൂടി ഉത്തരവാദിത്വം. ഒരു അച്ഛൻ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടല്ല, അത് അച്ഛൻ്റെയും മകൻ്റെയും കാര്യം അല്ലെങ്കിൽ ആ കുടുംബത്തിലെ കാര്യം എന്ന് പറയാതെ അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് അറിയിക്കേണ്ടടുത്ത് അറിയിക്കണം. ആ കുഞ്ഞിനെ അങ്ങനെ മർദ്ദിക്കാൻ ഒരാൾക്കും അവകാശമില്ല, സ്വന്തം അച്ഛനായാലും അമ്മയായാലും എന്നുള്ള ആ ഒരു കരുതൽ സമൂഹത്തിന് കൂടി വേണ്ട കാലമാണെന്ന് തോന്നുന്നു. ഇത് വളരെ നന്ദി ഡോക്ടർ മൃദുല നായർ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഇത്ര വിശദമായി ഒരു അമ്മയുടെ കണ്ണിലൂടെ, ഒരു അധ്യാപികയുടെ കണ്ണിലൂടെയൊക്കെ ഇക്കാര്യം പറഞ്ഞതിന് ഒരിക്കൽ കൂടി ആ വരികളൊന്ന് വായിക്കണമെന്ന് തോന്നി. ഖലീൽ ജിബ്രാൻ്റെ വരികൾ. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ലൈഫ്സ് longing for itself. They come through you but not from you, and though they are with you, yet they belong not to you. നിങ്ങളുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നിങ്ങളിലൂടെ വരുന്നെങ്കിലും അവർ നിങ്ങളുടെ മാത്രമല്ലെന്ന് സാഹിത്യപരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് സാമൂഹ്യപരമായി കൂടി ശരിയാണ്. വളരെ നന്ദി. ന്യൂസ് 3 പൂർണ്ണമാവുന്നു. നമസ്കാരം. താങ്ക് യു.